ആദ്യം കരുതിയത് ഫ്ലഡ് ആണെന്നാണ് കരുതിയത്. പക്ഷേ ഫ്ലഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫ്ലഡിന്റെ യാതൊരുവിധ പ്രശ്നങ്ങളും ഈ വണ്ടിയിൽ കാണാനില്ല. പക്ഷേ ഈ വണ്ടി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നമ്മളെ കയ്യിലായി, അതായത് ഒരു പാർക്ക് ആൻഡ് സെയിലിന് ഒരു കസ്റ്റമർ കൊടുന്നതാണ് കേട്ടോ വണ്ടി. അതായത് നമുക്ക് കൊടുന്നതല്ല, വേറൊരാൾ ത്രൂ നമ്മുടെ അടുത്ത് എത്തിയ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ വണ്ടിയിൽ യാതൊരുവിധ റീപ്ലേസ്മെൻറ്റും ഇല്ല കേട്ടോ. പക്ഷെ ഇതിൻ്റെ എൻജിൻ റൂമൊക്കെ നോക്കിയ സമയത്ത് എന്തൊക്കെയോ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ആദ്യം കരുതിയത് ഫ്ലഡ് ആണെന്നാണ് കരുതിയത്. പക്ഷേ ഫ്ലഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫ്ലഡിൻ്റെ യാതൊരുവിധ പ്രശ്നങ്ങളും ഈ വണ്ടിയിൽ കാണാനില്ല. പക്ഷേ ഈ വണ്ടി എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഈ വണ്ടിക്ക് വന്നിക്കണം. അതായത് ഇതിൻ്റെ എൻജിൻ റൂം അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തട്ടിയിട്ട് വർക്ക് എടുത്തൊരു വണ്ടിയാണ്. മേ ബി ആ കസ്റ്റമർ ചിലപ്പോൾ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. കണ്ടോ, ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ സീലൻ്റ് ഇട്ടിട്ട്, ഈ ഭാഗത്തല്ല കേട്ടോ, ഇതൊക്കെ നോർമലി നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും അതായത് മൊത്തത്തിൽ എൻജിൻ റൂമിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ വാഹനങ്ങൾ എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അതായത് ഈ വണ്ടിയിൽ യാതൊരു നോർമലി ചില ആൾക്കാർക്ക് റീപ്ലേസ്മെൻറ്റ് നോക്കാൻ അറിയുള്ളൂ. അപ്പോൾ ഈ വണ്ടിയിൽ യാതൊരുവിധ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഡിവൈഡറിൽ കയറിയ വാഹനങ്ങൾ ഇതുപോലെ വരാറുണ്ട്. നാളെ നമ്മളെ കയ്യിലൊരു ഗ്രാൻഡ് ഐറ്റൻ ഓട്ടോമാറ്റിക് ഇതുപോലെ വന്നിരുന്നു. വണ്ടി നല്ല പക്കാ ക്വാളിറ്റി, പക്ഷേ എൻജിൻ റൂം എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് തോന്നി. ഇപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായത് ആ വെഹിക്കിൾ എന്തായിരുന്നു, അതായത് ഡിവൈഡറിൽ കയറിയാണ്ട് നല്ലൊരു ഇമ്പാക്റ്റ് വന്നൊരു വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ 5-10 രൂപ വില കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി ചെന്നിട്ട് ഒരിക്കലും വാഹനങ്ങൾ എടുക്കരുത്. എവിടുന്ന് വാഹനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ അറിയുന്ന ഒരാൾ നിങ്ങൾ കൂടെ കൊണ്ടുപോവുക. അതല്ലാന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ഷോറൂമിലോ അല്ലെങ്കിൽ നിയറസ്റ്റ് ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ആളുകളൊക്കെ വിളിച്ചിട്ട് അവരെ കൊണ്ട് വാഹനങ്ങൾ ചെക്ക് ചെയ്ത് അതിന് ശേഷം മാത്രം നിങ്ങൾ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.